ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ ആത്മോപദേശ ശതക മാസാചരണ പാരായണം 8ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി പാരായണത്തോട് സഹകരിക്കുകയും അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിളിച്ചു പറയുകയും ചെയ്ത എല്ലാ കേൾവിക്കാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആത്മോപദേശ ശതകത്തിൻ്റെ 39ാം അധ്യായത്തിലേക്ക് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ആ 39ാം അധ്യായത്തിൻ്റെ തുടർച്ചയായി അതിൻ്റെ അർത്ഥവ്യാപ്തിയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊരിക്കൽ കൂടി പോകാനായി ശ്രീനാരായണ ഗുരുസ്വാമികളുടെ 40ാം ഖണ്ഡം എന്താണ് എന്ന് നോക്കാം. സമയിലും മഞ്ഞയിലും സദാഭിവന്നങ്ങ് അമരുവതുണ്ടതിൻ വിശേഷ ശക്തി. അമിതയതാകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാൽ അഖിലം പ്രമേയമാക്കും വിശേഷ ശക്തി സമയിലും അന്യയിലുമായിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്. നമ്മുടെ ആന്തരായമായിരിക്കുന്ന സമയം അന്യയുമാണ് വിശേഷ ശക്തി. അതിലേതാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് തുടർന്ന് പറയുന്നു. 41 ഇത് കുടമെന്നതിലാദ്യമാമിതെന്നുള്ളത് വിഷമാ കുടമോ വിശേഷമാകും. വിഷമാ സമാ കുടമോ വിശേഷമാകും. മതി മുതലായ മഹേന്ദ്ര ജാലമുണ്ടവധി അതിനിതുതാൻ കരുവെന്നു കണ്ടിടേണം. മതി ബുദ്ധിക്ക് എന്ന മഹേന്ദ്രജാലത്തിൻ്റെ കരുവായി വരുന്നത് സത്യത്തിൽ ഈ സമയം അന്യയുമാണ്. ഇതമറിവൻ അതിലാദ്യമാമിതെന്നും ഉള്ളതു സമ തൻ്റെ വിശേഷമാണ് ബോധം. മതി മുതലായവയൊക്കെ മാറിമേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടണം. ഈ ഗണ്ണം 42 സദ്ഗതി ആഗ്രഹിക്കുന്നവരെല്ലാം ഇത് ആവർത്തിച്ച് വായിച്ച് ഉറപ്പിക്കണം. ബോധം വിശേഷമാണ്, അതിന് സമയുടെ സാന്നിധ്യം ഉണ്ടാവണം, അന്യയുടെ അല്ല. സമസാന്നിധ്യത്തിൽ ബോധമുണ്ടാവുകയും അത് സദ്ഗതി നൽകുന്നതുമാകയാൽ അതിനെ ഭജിക്കേണ്ടതാണ്, അതിനെയാണ് ഭജിക്കേണ്ടത്. ഇതാണ് നമ്മൾ അറിയേണ്ട കാര്യം. 43 പറയണു, പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീൽ അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടണം. ഫലാഗ്രഹമറ്ററിയണം. എനിക്കെന്ത് ഫലം കിട്ടും എന്ന് വിചാരിച്ച് ആത്മോപദേശ ശതകം വായിച്ചാൽ ഫലം ഉണ്ടാവില്ല. പകരം സുഹൃതിയാവണോ? സുഹൃതിയെ പോലും പ്രകൃതി പിടിച്ച് ചുഴറ്റുകയാണ്. അതുകൊണ്ട് ഫലത്തിൻ്റെ ആഗ്രഹം അറ്റ കാര്യത്തിലേക്ക് പോകേണ്ടതാണ്. പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവത് കണ്ട് അലയാതമർന്നിടണം. പല മതങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് ഓരോ മതങ്ങൾ ഏകമെന്ന് അതിൻ്റെ സാരാംശം ഏകമെന്നറിയാതെ എൻ്റെ മതം എന്ന് പറഞ്ഞ് നടക്കണവർ, പല യുക്തി പറഞ്ഞ നടക്കുന്നവർ പാമരന്മാരാണ്. എൻ്റെ മതം എന്ന് പറഞ്ഞു നടക്കണവർ പാമരന്മാരാണ്. അതറിയണം. ഒരു മതം അന്യനു നിന്ദ്യ
ഒന്നിലോതും കരുവപരന്റെ കണക്കിനൂനമാകും. ധരയിലിതിൻ്റെ രഹസ്യമൊന്നു താനൻ നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേനം. ഒരുത്തന് നിന്ദ്യവും മറ്റൊരുത്തന് നല്ലതുമായ ഒരു മതമില്ല. എല്ലാ മതങ്ങളും സത്യത്തിലേക്കുള്ള പടവുകളാണ് എന്നാണ് 46-ാം ഖണ്ഡത്തിലൂടെ മഹാഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒറ്റ മതമുണ്ടൊലുകിൽ വരാം സ്നേഹമതമല്ലോ എന്ന കവിവാക്യത്തെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ കൂടുതൽ ശോഭനമാക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വർത്തമാനത്തെ പാരായണത്തെ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോകുന്നു. വീണ്ടും നമുക്ക് കേൾക്കാനും കാണാനുമായി സർവേശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി. ശുഭം, ശുഭകരം, ശാന്തം.